ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അതിനായി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സോയാബീന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കതിലേക്ക് ഒന്ന് മസാല പുരട്ടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് മസാല പുരട്ടാം. നമ്മളിവിടെ സോയാബീൻ ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അത് മസാല പുരട്ടുന്നത്. മസാല ഒക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല മൊരിഞ്ഞെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി. ആവശ്യത്തിന് മൊരിവായാൽ നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്കൊരു 3 സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 പച്ചമുളക്, ആവശ്യത്തിന് വേപ്പിലിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ അത് നന്നായിട്ട് വഴണ്ട് കിട്ടും. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ മസാലയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നത്. തക്കാളി സബോളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര പണിയുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാത്തിനെയും കൂടി കൂട്ടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.